കുട്ടിക്കാനത്തിനടുത്ത് പാഞ്ചാലിമേട് എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും ഇടുക്കിയെക്കുറിച്ചുള്ള പാട്ടിൽ പറയുന്ന പോലെ ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. വളരെ നല്ല മനോഹരമായ ഒരു സ്ഥലമാണിത്. എന്തൊരു കാറ്റല്ലേ ഇവിടെ. ഭയങ്കര കാറ്റാ, ജലദോഷം. നിനക്ക് ജലദോഷമാണോ? നന്നായി. ജലദോഷമുള്ളവർ ഈ കാറ്റത്ത് ഇവിടെ ഒരിക്കലും നിൽക്കാൻ പാടില്ല. പക്ഷേ നമുക്ക് വല്ലപ്പോഴും മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമായതുകൊണ്ടും ഇങ്ങനെയൊക്കെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ എത്തിയതാണ്. ഫാദിമോൻ എന്ത് പറയുന്നു? കുന്നുകൾ, കുത്തന്നെയുള്ള താഴ്വാരങ്ങൾ, പച്ച പുൽമേടുകൾ, റിഫ്രഷിംഗ് ആയിട്ടുള്ള കാലാവസ്ഥ, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. പാണ്ഡവർ വനവാസകാലത്ത് പാഞ്ചാലിയോടൊപ്പം ഇവിടെ തങ്ങിയിരുന്നുവെന്നും അങ്ങനെയാണ് ഈ പ്രദേശത്തിന് പാഞ്ചാലി മേട് എന്ന പേര് ലഭിച്ചത് എന്നതുമാണ് ഐതിഹ്യം. ഇടുക്കി വിസിറ്റ് ചെയ്യുന്നവർ ഒരിക്കലും മിസ് ചെയ്താത്തൊരു സ്ഥലമായതല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. പ്രകൃതിയുടെ ഒരു തലോടലേറ്റ് ഒരു നല്ല സായാഹ്നം ഇവിടെ ചെലവഴിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു എക്സ്ക്യൂസിറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ അങ്ങ് ദൂരെ കാറുകൾ, ഉറുമ്പുകൾ പോലെ റോഡിലൂടെ പോകുന്നത് കാണാം. നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട്? പ്രദേശത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പാഞ്ചാലിമേടിനെ പറ്റിയോ? പാഞ്ചാലിമേടിനെ കുറിച്ച് 2 വാക്ക് പറയാമോ? ബെന്നിസിക്കാമോ? പറയട്ടെ. വളരെ രമണീയമായ സ്ഥലം, നല്ല കാറ്റുണ്ട്, പാട്ടുണ്ട്. പിന്നെ ഇവിടെ പഴം പച്ചി കിട്ടും, ചായ കിട്ടും, മാഗി കിട്ടും, ബ്രെഡ് ഓംലെറ്റ്. ഇതുണ്ടല്ലോ, പേരയുടെ മരവാ. പേരയ്ക്ക സീസണിൽ നമ്മളിത് പറിച്ചു കഴിക്കും. ഓക്കെ, പേരയ്ക്ക മരമാണ്. കണ്ടിട്ട് പേര പോലെ ഇല്ലല്ലോ. ഉമ്മ തള്ളല്ലേ? കാട്ടുപേര, അങ്ങനെ ഒരു പേരുണ്ട്. നല്ല അത്യാവശ്യം നീളത്തിലുള്ള ഒരു സിപ്പ് ലൈൻ
ഉണ്ട്. അതാണ് ഇവിടുത്തെ മറ്റൊരു വലിയ അട്രാക്ഷൻ.